ഇവിടെ വരെ ചെറുകാർ നോക്കുന്നവർക്ക് മുമ്പിലേക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കിഡിലോസ്കി കാറാണ്. നമ്മുടെ ഹുണ്ടായുടെ ഗ്രാൻഡ് ഐട്ടണുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി വൈറ്റ് കളറിലുള്ള ഒരു കാർ. ഇതിന് പുതിയ ഇൻഷുറൻസ് ആണ്, പുതിയ 4 ടയറുകളാണ്, ഒരു റീപ്ലേസ്മെൻറ്റ് നടന്നിട്ടില്ല, ഒരു പാർട്സ് പോലും. അങ്ങനെ പറയുമ്പോൾ തന്നെ ഫ്രണ്ട് ബമ്പർ മാറിയിട്ടുണ്ട്. അത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടായതുകൊണ്ട് മാത്രം ഫ്രണ്ട് മാറിയതാണ്. വേറെ ഒരു തരത്തിലും യാതൊരു സംഭവങ്ങളും ഇല്ല. ഇന്ന് വരെ ഈ നിമിഷം 59,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഈ നിമിഷം വരെ കമ്പനി സർവീസ് മാത്രം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും 30%, അതായത് 90% നിങ്ങൾക്ക് ലോൺ അവൈലബിൾ ആണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യം നോക്കുവാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് നിങ്ങൾ വേണമെങ്കിൽ ഗ്ലാസ് നോക്കിക്കോ. ഫ്രണ്ട് ഗ്ലാസ് ഒന്നും തന്നെ മാറിയിട്ടില്ല. സൈഡ് ഗ്ലാസ് ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് റൈറ്റ് സൈഡിലെ ഗ്ലാസ്സുകളാണ്. ഇനി ബാക്ക് നോക്കുവാണെങ്കിൽ ബാക്കിലേ മാറിയിട്ടില്ല. ഇനി ഇവിടുത്തെ മാറിയിട്ടില്ല. ഇത് നോക്കിയോ, ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഇനി ഇതിന് പറയുകയാണെങ്കിൽ ടയർ പുത്തൻ ടയറാണ്. ഈ കിടക്കുന്ന അപ്പോളരയാണ്, ഇതും അപ്പോളര ടയറാണ്. അങ്ങനെ ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇതും ടയറാണ്, അപ്പോളര തന്നെയാണ്. അപ്പോളര പുതിയ ടയറാണ്. പെയിൻറ്റിങ്ങിൽ ഇവിടെ ഞാൻ ഒരു സ്ക്രാച്ച് പോലും കണ്ടില്ല കേട്ടോ. പിന്നെ ഈ 59,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസ് മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നാണ് സെല്ലർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കിട്ടും. യാതൊരു വെള്ളപ്പൊക്കത്തിൻ്റെ എഫക്റ്റോ അപകടത്തിൻ്റെ ഹിസ്റ്ററിയോ യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ലാത്ത സിംഗിൾ ഓണർ വെഹിക്കിളാണ്. അപ്പോൾ ഒരു ഐട്ടനൊക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറുകാർ, അതും പെട്രോൾ വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന മികച്ച ഒരു ചെറിയ വാഹനം എന്ന് തന്നെ പറയേണ്ടി വരും. ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ എൻ്റെ മോനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ, നല്ല വലുപ്പമുള്ള LED ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നല്ല മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക സെറ്റാണ്. ഇൻറ്റീരിയറൊക്കെ നോക്കി എന്ത് വൃത്തിയാണ് നോക്കി, പുത്തൻ പോലെ ഇരിക്കണേ സീറ്റ് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ടോപ്പായാൽ പോലും പുതിയതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. യാതൊരു അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ഈ വാഹനത്തിൽ നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഇതിൽ ഓൾറെഡി എയർ ബാഗ് ഉള്ള മോഡലാണ്. റിവേഴ്സ് ക്യാമറയുണ്ട്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഉണ്ട്. അത്യാവശ്യം കമ്പനിയുടെ എല്ലാ സെറ്റപ്പും ഇതിൽ ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബോണറ്റ് ഒന്ന് പൊക്കി നോക്കടാ. ഇനി നിങ്ങൾ എൻജിൻ റൂം നോക്കിയോ, നല്ല വൃത്തിയും വെടുപ്പായിട്ടുള്ള ഒരു എൻജിൻ റൂം. എങ്ങനെ നോക്കിയാലും ഒരു അഴുക്കോ ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഇതിൻ്റെ പാക്കിംഗ് സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കോ, ഒന്നും പാക്കിംഗ് ഒന്നും പൊട്ടിച്ചതായിട്ട് കാണുന്നില്ല. ഇനി നിങ്ങൾ നേരിട്ട് വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച്, നല്ല വൃത്തിയുള്ള ഒരു വണ്ടി, ഫുൾ ഓപ്ഷൻ അല്ലെങ്കിലും അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ വില പറയുന്നത് വെറും 4,50,000 രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ സാധ്യമാണ്. പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് ലോൺ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെല്ലർ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സിവിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാ ലോണിൻ്റെയും അവൈലബിലിറ്റി ഉള്ളത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്, നമ്മളിപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ഈ പെട്രോൾ വണ്ടി 4,50 വില പറയുന്നു. നിങ്ങൾക്ക് ലോൺ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമീപിക്കാം. സിബിൽ ഉണ്ടെങ്കിൽ 4 ലക്ഷം മുതൽ 4,25,000 വരെ ലോൺ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാര്യങ്ങളൊക്കെ ആൾ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന സിംഗിൾ ഓണർ വണ്ടിക്ക് വേണ്ടി വിളിക്കാം. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത്. സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ പെട്രോൾ വാഹനം ഗ്രാൻഡ് ഐട്ടൺ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം, വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. പിന്നെ ഒരു ചെറിയ കാർ നോക്കി നടക്കുന്നവർക്ക് നിങ്ങളുടെ കൂട്ടുകാരോ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. മറ്റൊരു കാറിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.